ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി കോർണർ. നമ്മളിന്നിവിടെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കാം. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഡിന്നറായിട്ടോ ലഞ്ചോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആക്കാണ്. അതൊരു പാൻ ചൂടാക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീക്ക് പകരം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ഒരു 4 ഗാർലിക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ബ്രൗൺ കളർ ആവണ്ട. എൻ്റെത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അത് അത്ര ആവണ്ട. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി എരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ബ്രൗൺ കളറൊന്ന് സവാളയും തന്നെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഒരു പീസ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി മെയിനായിട്ട് വേണ്ടത് ഓട്സാണ്. ഒരു 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് റോൾഡ് ഓട്സ് ആണെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ ഇൻസ്റ്റൻറ്റ് ഓട്സിൽ ഓരോരോ ബ്രാൻഡിനനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട്. ചിലതിൽ നല്ല പൊടിയായിട്ടുണ്ട്, ചിലതിൽ അത്ര തന്നെ പൊടിയില്ല. അപ്പോൾ ഈ പൊടി കൂടുതലുള്ള ഓട്സ് ഉപയോഗിക്കാതിരിക്കുക ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. അതൊരു ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നണില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ 1/2 കപ്പ് ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ആവശ്യത്തിന് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ സോൾട്ട് ഒരു ടേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പിന് ഒരു 1.5 കപ്പ് വെള്ളം, 1/2 കപ്പ് ഓട്സിന് ഒരു 1.5 കപ്പ് വെള്ളം, ഒരു ചൂടുള്ള വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. കൂടുതൽ കണ്ട് ഇങ്ങനെ സൂപ്പ് പരുവോ അങ്ങനെ ആവും ചെയ്യരുത്. എന്നാലോ ഓട്സ് ഒന്ന് കുക്കായി കിട്ടും വേണം. അങ്ങനെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഫസ്റ്റ് ഫുൾ ഫ്ലെയിമിലും പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് കുക്കാക്കി എടുക്കുക. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. Thank you for watching.